chapter name is trigonometry. First topic ആണ് angles and sides. നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ 45 ഡിഗ്രി 90 ഡിഗ്രീസ് ഉള്ള ഒരു ട്രയാങ്കിളാണ്. 345 ഡിഗ്രി ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് 3 സെൻറ്റിമീറ്റർ ആണ് സൈഡിൻ്റെ ലെങ്ത്ത്. 45 ഡിഗ്രി നെക്സ്റ്റ് 45 ഡിഗ്രീൻ്റെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ അതായത് റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന്. പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3 റൂട്ട് 2 സെൻറ്റിമീറ്റർ. ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 റൂട്ട് 2 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഫോർ ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി റേഷ്യോ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 3:3 റൂട്ട് 2. അതായത് 45 ഡിഗ്രിക്ക് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 3 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 3 സെൻറ്റിമീറ്റർ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അത് നമ്മൾ കണ്ടുപിടിച്ചു 3 റൂട്ട് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 3:3 റൂട്ട് 2 ആണ്. 3 കോമൺ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 1:1 റൂട്ട് 2 കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ 45 ഡിഗ്രി 90 ഡിഗ്രിയാണ്. 45 ഡിഗ്രി ഓപ്പോസിറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. 90 ഡിഗ്രിക്കുള്ള ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അതിന് നമുക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 5 റൂട്ട് 2 സെൻറ്റിമീറ്റർ. ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 റൂട്ട് 2 സെൻറ്റിമീറ്റർ. ഫോർ ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി റേഷ്യോ ഓഫ് സൈഡ്സ്. ഇവിടെ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 5:5 റൂട്ട് 2. അതായത് 45 ഡിഗ്രിക്ക് 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5:5. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് 5 റൂട്ട് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഷ്യോ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 5:5 റൂട്ട് 2. 5 കോമൺ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1:1 റൂട്ട് 2 എന്ന് കിട്ടും. ഇൻ എനി ട്രയാങ്കിൾസ് ഓഫ് ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:1 റൂട്ട് 2. അതായത് ഏതൊരു ട്രയാങ്കിളും അതായത് 45 ഡിഗ്രി 90 ഡിഗ്രിയുള്ള ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 റൂട്ട് 2. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു ട്രയാങ്കിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ട്രയാങ്കിളാണ്. 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഈ ട്രയാങ്കിളിനെ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹാഫായിട്ട് ഇമാജിൻ ചെയ്യാം. അതാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പൈതഗോറസ് തിയറമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, ബേസ് 3 സെൻറ്റിമീറ്റർ ആണ്. ഹൈപ്പോട്ടന്യൂസ് 6 സെൻറ്റിമീറ്റർ കിട്ടിയത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 6 സെൻറ്റിമീറ്റർ സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഹൈപ്പോട്ടന്യൂസ് നമുക്ക് 6 സെൻറ്റിമീറ്റർ കിട്ടിയത്. അപ്പോൾ ഇക്വേഷൻ നോക്കാം. ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം റൂട്ട് ഓഫ് 6 പ്ലസ് 3 ഇൻറ്റു 6 മൈനസ് 3. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 3 റൂട്ട് 2 സെൻറ്റിമീറ്റർ. ഹൈറ്റ് നമുക്ക് കിട്ടി 3 റൂട്ട് 2 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിളാണ്. അതിൻ്റെ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 3:3 റൂട്ട് 3:6 ഈക്വൽ ടു 1:റൂട്ട് 3:2. അതായത് 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ ആണ്. 60 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 3 റൂട്ട് 3 ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 3:3 റൂട്ട് 3:6 കിട്ടും. കോമൺ ആയിട്ടുള്ളത് 3 ആണ്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് റേഷ്യോ കിട്ടുന്നത് 1:റൂട്ട് 3:2 കിട്ടും. നെക്സ്റ്റ് ട്രയാങ്കിൾ നമ്മൾ നോക്കാം. ഇത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ട്രയാങ്കിളാണ്. ഇതിൽ
30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹാഫ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. അതാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ. ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 10 ആണ്, ബേസ് ഈക്വൽ ടു 5. നമുക്ക് ഇക്വേഷൻ നോക്കാം. ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 പ്ലസ് 5 ഇൻറ്റു 10 മൈനസ് 5. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 15 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 5√3 സെൻറ്റിമീറ്റർ. റൂട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 5√3 സെൻറ്റിമീറ്റർ കിട്ടും, ഹൈറ്റ് കിട്ടും. ഈ ട്രയാങ്കിളുടെ ഹൈറ്റ് 5√3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. So for angles 30 degree, 60 degree, 90 degree, the ratio of sides equal to 5:5√3:10. അതായത് 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 5 സെൻറ്റിമീറ്റർ ആണ്. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഹൈറ്റ് 5√3. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് അത് 10 ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 5:5√3:10. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് ആണ് നമ്മൾ റേഷ്യോ എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ളത് 5 ആണ്. നമുക്കത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. In any triangles of angles 30 degree, 60 degree, 90 degree, the sides are in the ratio 1:√3:2. ഏതൊരു ട്രയാങ്കിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എപ്പോഴും 1:√3:2 ആയിരിക്കും. അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ട്രയാങ്കിൾ നോക്കാം. 105 ഡിഗ്രി, 45 ഡിഗ്രി, 30 ഡിഗ്രിയുള്ള ഒരു ട്രയാങ്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. കാൽക്കുലേഷൻസ് നോക്കാം. കാൽക്കുലേഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ബേസിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടും. ആദ്യത്തെ ട്രയാങ്കിൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസുള്ള ട്രയാങ്കിളാണ്. നെക്സ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി, 90 ഡിഗ്രി, 30 ഡിഗ്രി ആംഗിൾസുള്ള ട്രയാങ്കിളാണ്. 2 ട്രയാങ്കിൾസിൻ്റെയും കോമൺ സൈഡിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സൈഡ്സിൻ്റെ റേഷ്യോ വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ട്രയാങ്കിൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. ഇവിടെ നമുക്ക് കോമൺ സൈഡ് നമുക്ക് 45 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ്. സോ നമുക്ക് 1:1 റേഷ്യോയിൽ നോക്കുമ്പോഴേക്കും നെക്സ്റ്റ് 45 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആയിട്ട് തന്നെ എടുക്കാം. നെക്സ്റ്റ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് √2 എക്സ് ആക്കി എടുക്കാം. നമ്മൾ റേഷ്യോൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസുള്ള ട്രയാങ്കിളാണ്. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചത്. അത് 1:√3:2 ആണ്. ഇവിടെ സൈഡ്സ് 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിനാണ് നമ്മൾ എക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റേഷ്യോസ് വെച്ച് ചെയ്യുമ്പോഴേക്കും 60 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിൻ്റെ സൈഡിലെ ലെങ്ത് എന്ന് പറയുന്നത് √3x 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് 2x ആയിരിക്കും. സോ നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിളുടെ ആംഗിൾസ് എന്ന് പറയുന്നത് 105 ഡിഗ്രി, 45 ഡിഗ്രി, 30 ഡിഗ്രി ആയിരുന്നു. നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നമ്മൾ സൈഡ്സ് ഒക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് സൈഡ്സ് കിട്ടുന്നത് 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് √x, 45 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2x, 105 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് √3 + 1x. അതാണ് സൈഡ് കിട്ടുന്നത്. For triangles of angles 30 degree, 45 degree, 105 degree, the ratio of sides equal to √2x is to 2x is to √3 + 1 into x, which is equal to √2 is to 2 is to √3 + 1. നേരത്തെ ചെയ്ത പ്രോബ്ലംസിൻ്റെ പോലെ തന്നെയാണ് ഇവിടെ റേഷ്യോസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √2x, 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2x, 105 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3 + 1 into x. Ratio of sides equal to √2x is to 2x is to √3 + 1x, which is equal to √2 is to 2 is to √3 + 1. അതായത് എക്സ് കോമൺ ആയതുകൊണ്ട് എക്സ് ക്യാൻസൽ ചെയ്തു. Ratio of sides equal to √2 is to 2 is to √3 + 1. Let us discuss some questions right now.
First question. In the triangle shown, what is the perpendicular distance from top vertex to the bottom side? What is the area of the triangle? ഇവിടെ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈക്വൽ സൈഡ്സിൻ്റെ വാല്യൂ 4 സെൻറ്റിമീറ്റർ, തേർഡ് ആംഗിൾ 120 ഡിഗ്രി. ഐസോസ്ലസ് ട്രയാങ്കിളിനകത്ത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ഈ കോർണറിലെ രണ്ട് ആംഗിൾസും ഈക്വലാണെന്ന് നമുക്കറിയാം. ഈ കോർണറിലെ രണ്ട് ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും മറ്റേ ആംഗിൾസും പ്രോപ്പർട്ടി യൂസ് ചെയ്ത്. അപ്പോൾ രണ്ട് കോർണറിലെ ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. നമ്മൾ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് താഴെ ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നമ്മൾ ഈ ട്രയാങ്കിളിനെ രണ്ട് റൈറ്റ് ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലെ ഈ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് നമുക്ക് ഓൾറെഡി അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 4 സെൻറ്റിമീറ്റർ അറിയാം, 30 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾസ് അറിയാം. അപ്പോൾ തേർഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിന് റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ 1:√3:2 ആണ്. നമുക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന സൈഡ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2 ടൈംസ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഹൈറ്റാണ്. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിൻ്റെ പകുതിയാണ്. ഹൈപ്പോട്ടന്യൂസ് 4 സെൻറ്റിമീറ്റർ ആണ്. സോ ഹൈറ്റ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് കണ്ടുപിടിക്കാനായിട്ട് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന സൈഡാണ് ബേസ്. അത് √3 ടൈംസ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് ഈക്വൽ ടു √3 × 2 സെൻറ്റിമീറ്റർ. സോ ബേസ് ഈക്വൽ ടു 2√3 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനും ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയാണ്. ഓൾറെഡി 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും മെഷർമെൻറ്റ് അതിൻ്റെ അറിയാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ബേസ് കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ സെയിം 2√3 കിട്ടും. അപ്പോൾ നമ്മൾ ഫുൾ ട്രയാങ്കിളിൻ്റെ ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് ചെറിയ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെയും ബേസ് ആഡ് ചെയ്താൽ മതി. സോ ബേസ് ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു 2√3 + 2√3 ഈക്വൽ ടു 4√3 സെൻറ്റിമീറ്റർ. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു half into 4√3 into 2 equal to 4√3 centimeter square. Second question. In the following parallelogram, find the distance between the top and bottom side. Calculate area of parallelogram. ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ സ്മോൾ സൈഡ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും താഴത്തെ ബേസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഈ ടോപ്പ് കോർണറിലെ വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു ബേസിലേക്ക്. അങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്കപ്പോൾ സൈഡിൽ കിട്ടി. ഈ റൈറ്റ് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുകയാണ്. 45 ഡിഗ്രിയും 90 ഡിഗ്രിയും നമുക്കപ്പോൾ കിട്ടി. അപ്പോൾ എന്താ ടോപ്പ് കോർണറിലെ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഒരു റൈറ്റ് ട്രയാങ്കിൾ 45 ഡിഗ്രി 90 ഡിഗ്രി ആണ് എങ്കിൽ അതിൻ്റെ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 1:1:√2 ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 സെൻറ്റിമീറ്റർ അറിയാം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുമ്പോൾ √2 ടൈംസ് 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ √2 × √2 ആണ്. അപ്പോൾ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് √2 ആണ്, √2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റും ബേസും എന്ന് പറയുന്നത് √2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ഈക്വൽ ടു √2 സെൻറ്റിമീറ്റർ. ബേസ് ഓഫ് ദിസ് പാരലോഗ്രാം അത് ഓൾറെഡി തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. ഇനി ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ബേസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ തേർഡ് ക്വസ്റ്റ്യൻ. 2 rectangles are cut along the diagonal and the triangles cut are to be joined to another rectangle to make a regular hexagon as shown in the figure. If the sides of the hexagon are to be 30 centimeter, what would be the length and breadth of the rectangles? രണ്ട് റെക്റ്റാങ്കിൾ ഡയഗണലായിട്ട് മുറിക്കുമ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടും. ആ 4 ട്രയാങ്കിൾസ് ഒരു വലിയ റെക്റ്റാങ്കിളിലേക്ക് ജോയിൻ ചെയ്യുമ്പം നമുക്കൊരു റെഗുലർ ഹെക്സഗൺ കിട്ടും. ആ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ രണ്ട് റെക്റ്റാങ്കിളിലെയും ലെന്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ
ആദ്യം തന്നെ നോക്കുന്നത് ഈ ചെറിയ റെക്റ്റാങ്കിളിനെ മുറിക്കുമ്പോൾ ഡയഗണലായിട്ട് മുറിക്കുമ്പോൾ കിട്ടുന്ന റൈറ്റ് ട്രയാങ്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ട്രയാങ്കിളാണ് ട്രയാങ്കിൾ AEF. അതിൻ്റെ ആംഗിൾ എഫ് എന്ന് പറയുന്നത് 90 ഡിഗ്രി നമുക്കറിയാം. ആംഗിൾ എ നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. അതിനായിട്ട് ഹെക്സഗണിൻ്റെ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. നമുക്ക് ഓൾറെഡി റെക്റ്റാങ്കിളിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പം ട്രയാങ്കിളിനകത്ത് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ട്രയാങ്കിളിനകത്ത് ആംഗിൾ എ 30 ഡിഗ്രി, ആംഗിൾ എഫ് 90 ഡിഗ്രി, അപ്പോൾ ആംഗിൾ ഇ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് സൈഡ്സ് 1:√3:2 ആണ്. ഇനി നമുക്ക് സൈഡിൻ്റെ വാല്യൂസ് അറിയില്ല, നമ്മളത് കണ്ടുപിടിക്കുകയാണ്. 30 സെൻറ്റിമീറ്ററാണ് ഹൈപ്പോട്ടന്യൂസ് എന്നറിയാം, കാരണം ഹെക്സഗണിൻ്റെ സൈഡ് 30 സെൻറ്റിമീറ്റർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹൈറ്റും ബേസും കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കറിയാം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് 2 ടൈംസ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്. എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോട്ടന്യൂസിൻ്റെ പകുതിയാണ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ബേസ്. അപ്പോൾ ബേസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് √3 ടൈംസ് ബേസ് ആണ്. അപ്പോൾ √3 × 15 സെൻറ്റിമീറ്റർ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. ഇതിൻ്റെ ബേസാണ് width of the small triangle. So width of the small triangle equal to 15 centimeter. Length of the small triangle equal to 15√3 centimeter. ഇനി ലാർജ് റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ തന്നെയാണ്, കാരണം DC 30 സെൻറ്റിമീറ്റർ, മറ്റേ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 30 ആണല്ലോ. സോ വിഡ്ത്ത് ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഇനി ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ AD ആണ് ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ AF + FD. AF ഓൾറെഡി നമുക്ക് 15√3 അറിയാം. അതുപോലെ തന്നെ ട്രയാങ്കിൾ EFD നോക്കുവാണെങ്കിൽ അതും 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. അങ്ങനെ നോക്കുമ്പോൾ FD നമുക്ക് 15√3 കിട്ടും. സോ ലെങ്ത് ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു AF + FD ഈക്വൽ ടു 15√3 + 15√3 ഈക്വൽ ടു 30. ഫോർത്ത് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. 45 ഡിഗ്രിയും 60 ഡിഗ്രിയാണ് അതിൻ്റെ രണ്ട് ആംഗിൾസ് കൊടുത്തിരിക്കുന്നത്. ബേസ് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ റൈറ്റ് ട്രയാങ്കിൾസ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ കൺസിഡറിങ് ദ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ, ആംഗിൾസ് 45 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ തേർഡ് ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് വരുവാണെങ്കിൽ റേഷ്യോ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 1:1:√2 ആണ്. സ്റ്റാർട്ടിങ് പഠിച്ച സെയിം ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വാല്യൂ ഇല്ല സൈഡിന്. അപ്പോൾ നമ്മൾ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ മെഷർമെൻറ്റ് X കൊടുക്കുന്നു. സോ റേഷ്യോ ഓഫ് സൈഡ്സ് ഈക്വൽ ടു X:(X)√2X. ഇനി നമ്മൾ സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. എൻ്റെ ആംഗിൾസ് 60 ഡിഗ്രി, 90 ഡിഗ്രി അറിയാം. അപ്പോൾ തേർഡ് ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾസ് ആർ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. സോ റേഷ്യോസ് ഓഫ് സൈഡ്സ് ഈക്വൽ ടു 1:√3:2. നമുക്ക് ഇവിടെ സൈഡുകളൊന്നും തന്നെ നമുക്കറിയില്ല. സോ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് Y എന്ന് കൊടുക്കുന്നു. സോ Y:√3Y:2Y ആണ് റേഷ്യോ. ഇവിടെ നമുക്ക് കോമൺ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് X ആണ്. X=√3. രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ X=√3 നമുക്ക് കിട്ടും. ബേസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ കൺസിഡർ ദ 2 റൈറ്റ് ട്രയാങ്കിൾസ് X + Y = 4 സെൻറ്റിമീറ്റർ.
നമ്മൾ എക്സ് ഈക്വൽ ടു √3y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. √3y പ്ലസ് y ഈസ് ഈക്വൽ ടു 4. y കോമൺ എടുക്കുന്നു. √3 പ്ലസ് 1 ഇൻറ്റു y ഈക്വൽ ടു 4. Therefore y ഈസ് ഈക്വൽ ടു 4 ബൈ √3 പ്ലസ് 1. എക്സ് ഈക്വൽ ടു √3y നമുക്കറിയാം, നമ്മൾ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എക്സ് ഈക്വൽ ടു √3 ഇൻറ്റു 4 ബൈ √3 പ്ലസ് 1 ഈക്വൽ ടു 4√3 ബൈ √3 പ്ലസ് 1. Therefore, height of the triangle is equal to 4√3 by √3 plus 1. Base of the triangle equal to 4 cm. Area of the triangle is equal to half into base into height equal to half into 4 into 4√3 by √3 plus 1 equal to 8√3 by √3 plus 1 centimeter.